PT സാറ്. അപ്പൊ എല്ലാരും വന്നല്ലോ. അപ്പൊ എന്താണ് പ്രശ്നമെന്ന് ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞേ. സാറേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പുതിയ PT സാറ് PT പീരീഡ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ടീച്ചർ പറഞ്ഞ കാര്യം തന്നെയാണ് സാറേ എനിക്കും പറയാനുള്ളത്. PT പീരീഡ് ഇങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്ക് ഇത് തന്നെ പറയാനുള്ളത്. ഞങ്ങൾക്ക് കുറെ പോർഷൻ തീർക്കാനുണ്ട് സാറേ. അപ്പൊ ഈ PT പീരീഡ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ. അതെ അതെ, സാറിന് പഴയ നമ്മുടെ രാജൻ സാറിനെ അറിയാലോ, PT സാറിനെ. അപ്പൊ നമ്മുടെ ആ പഴയ PT സാർ അയാൾ എന്ത് പാവമായിരുന്നു. അയാൾ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും, ടീച്ചർ നിങ്ങൾ ഇവനെ ക്ലാസ് എടുത്തോ, നിങ്ങൾ ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്റെ പീരീഡ് നിങ്ങൾ ക്ലാസ് എടുത്തോളാം. എന്നിട്ട് രാജൻ സാർ ഒരു മൂലയ്ക്ക് പോയി കിടന്ന് ഉറങ്ങും. അതുപോലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ എന്താ? അപ്പൊ ഞങ്ങൾക്ക് PT പീരീഡ് ക്ലാസ് എടുക്കാലോ. അപ്പൊ നിങ്ങൾ പറയുന്നല്ലോ ഞാൻ കേട്ടല്ലോ. പിന്നെ രാജു സാറിന് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ. രാജു സാറേ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. സാറേ പഴയ PT സാറിനെ പോലെ ഒരു മൂലയ്ക്ക് പോയി കിടന്നുറങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. അതുകൊണ്ട് എന്റെ PT പീരീഡ് പിള്ളേരെ ഗ്രൗണ്ടിൽ ഇറങ്ങും. അതിന് ഏത് ടീച്ചർമാർ വന്ന് പറഞ്ഞാലും ഞാൻ അവരെ ഗ്രൗണ്ടിൽ തന്നെ ഇറക്കും. എന്റെ അഭിപ്രായത്തിൽ കുട്ടികൾ എപ്പോഴും പഠിച്ചിരുന്നാൽ മാത്രം പോരാ, കായികപരമായി കൂടി വളരണം. എന്നാലല്ലേ കുട്ടികൾ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ സാറേ. അതുകൊണ്ട് PT എന്നുള്ളത് അത് എനിക്ക് വിട്ടുതരണം. കുട്ടികളെ എനിക്ക് ഗ്രൗണ്ടിൽ ഇറക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. സാർ ഇങ്ങനെ മിണ്ടായിരുന്നാൽ പറ്റത്തില്ല. സാർ എന്തെങ്കിലും ഒരു പരിഹാരം പറയണം. അത് ശരിയാ, സാർ എന്തായാലും ഇന്ന് ഇതിനൊരു തീരുമാനം കണ്ടെത്തിയിട്ട് പോയാൽ മതി. അപ്പോൾ ടീച്ചർമാർക്ക് പോഷൻ തീരുന്നില്ല. സുശീല ടീച്ചറെ, ടീച്ചർക്ക് ഒരാഴ്ചയിൽ ഒരു ക്ലാസ്സിൽ എത്ര പീരീഡ് കിട്ടും? എനിക്ക് ഒരാഴ്ച 9 പീരീഡ് വെച്ച് കിട്ടും. ടീച്ചർക്കോ? എനിക്കാണെങ്കിൽ ഒരു 7-8. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. അപ്പൊ ഈ 8-9 ദിവസം കിട്ടിയിട്ടും പോഷൻ തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർക്കണ്ട. അപ്പൊ എന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ PT പീരീഡ് കുട്ടികൾക്ക് PTക്കുള്ളതാ, അല്ലാതെ നിങ്ങൾക്ക് ആർക്കും കയറി ക്ലാസ് എടുക്കാനുള്ളതല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ നന്ദി, നമസ്കാരം. ഓക്കെ. ഇപ്പൊ നമ്മൾ ആരായി? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങാരാ PT സാറിന്റെ ആളാണെന്ന്.